السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ربي يسر ولا تعسر، ربي زدنا علما، ولا حول ولا قوة إلا بالله العلي العظيم. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ജമുൽ ജവാമീൻ്റെ 28ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹിമഹുല്ല തുടർന്നു കൊണ്ട് പറയുന്നു, വൽ ഹദ്ദു അൽ ജാമിഉൽ മാനിഉ വയുഖാലു അൽ മുത്തരിദുൽ മുൻആകിസു. നമ്മൾ പറഞ്ഞത് മത്ലൂബ് ഖബരിയിലേക്ക് ചേർക്കുന്നതാണ് ദലീല് എന്ന്. ദലീല് എന്ന് പറഞ്ഞാൽ അതിൽ സഹീഹ നളർ കൊണ്ട് മത്ലൂബ് ഖബരിയ മത്ലൂബിലേക്ക് എത്തിച്ചേരുന്നു. അത് പറഞ്ഞപ്പോൾ തസവുരിയ മത്ലൂബിലേക്ക് എത്തിച്ചേരുന്നത് എന്താണ് എന്നൊരു ചോദ്യം വരും. അതിനെ സംബന്ധിച്ചാണ് മുസന്നിഫ് റഹിമഹുല്ല പറയുന്നത്, വൽ ഹദ്ദു, ഹദ് എന്നാൽ ഇന്ദൽ ഉസൂലിയീന, ഉസൂലികളുടെ ഇടയിൽ, ഉസൂലികളുടെ അടുക്കൽ ഹദ് എന്നാൽ, ഇവിടെ ഇന്ദൽ ഉസൂലിയീന എന്ന് പറയാൻ കാരണം മനാത്തിക്കത്തിൻ്റെ അടുക്കൽ ഹദ്, റസ്മ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്. ഹദ് എന്ന് പറഞ്ഞാൽ ദാത്തിയാത്ത് കൊണ്ടുള്ള ഹദ്ദാണ്. ദാത്തിയാത്ത് കൊണ്ട് നിർവചിക്കുന്നതിന് ഹദ് എന്ന് പറയാം മനാത്തിക്കത്തിൻ്റെ അടുക്കൽ. അതേസമയം അറള് ഖാസ കൊണ്ട്, അത് റസ്മ് എന്ന് പറയും. ഖാസ കൊണ്ടോ അല്ലെ ദാത്തിയാത്ത് കൊണ്ടും കൂടുകയോ അല്ലെ അറള് കൊണ്ട് മാത്രമോ ഒക്കെ നിർവചിക്കുകയാണെങ്കിൽ റസ്മ് എന്നാ പറയുക. അങ്ങനെ റസ്മുൻ ഹദ്ദും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട് മനാത്തിക്കത്തിൻ്റെ അടുക്കൽ. പക്ഷേ ഉസൂലിക്കാരുടെ അടുക്കൽ റസ്മിനും ഹദ്ദിനും ഒക്കെ ഹദ് എന്ന് തന്നെ പറയുക. അതുകൊണ്ടാണ് ഇവിടെ അൽ ഉസൂലി, ഇന്ദൽ ഉസൂലിയീന എന്ന് പറയാൻ കാരണം. മാ യുമയ്യിസു ഷയ്യ അമ്മാ അദാഹൂൻ. മാ ഒന്നാണ്, ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുല്ലിയാണ്, ഒരു കുല്ലിയ മഹ്മൂലയാണ് എന്ന് പറയാം. യുമയ്യിസു അത് വേർതിരിക്കും അഷയ്യ ഒരു ഷയ്യിനെ, അമ്മാ അദാഹു ആ ഷയ്യ് അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും, ഒരു ഷയ്യിനെ ആ ഷയ്യ് അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും വേർതിരിക്കുന്ന ഒന്നാണ് ഹദ് എന്ന് പറഞ്ഞാൽ. ഇത് ഹദ്ദിൻ്റെ ദാത്തിയാത്ത് കൊണ്ടുള്ള നിർവചനമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ മാ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഒരു കുല്ലിയായ മഹ്മൂലയാണ് എന്ന് പറയാൻ കാരണം ഷൈഇനെ വേർതിരിക്കുന്നത് എന്നിപ്പോൾ അലമിനെ സംബന്ധിച്ച് പറയാം. അലമ് ഇസ്മുൻ യുഅയ്യിനുൽ മുസമ്മ മുത്തലഖ എന്നാണ് അലമിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ അലമ് എന്താകും? വേർതിരിക്കുന്നതാണ്, എല്ലാത്തിനത്തോടും വേർതിരിക്കുന്ന ഒരു കാര്യത്തെ അതല്ലാത്ത എല്ലാത്തിനത്തോടും വേർതിരിക്കുന്നതിന്, അതിന് വേണ്ടിയിട്ട് അലമ് വെച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ തമ്മീസാക്കാൻ വേണ്ടി വലുത് ചെയ്തതാണ് അലമ്. പക്ഷേ അലമ് ജുസിയാണ്, അതുകൊണ്ടാണ് ഇവിടെ കുല്ലി എന്ന് പറയാൻ കാരണം. അപ്പം മാ കൊണ്ട് മുറാദ് കുല്ലിയാണ്. തന്നെയുമല്ല ഒരു കുല്ലിയ മഹ്മൂലയാണ്. മഹ്മൂല് എന്ന് പറയാൻ കാരണം ഇവിടെ പിന്നെ ഈ വേർതിരിക്കുക എന്നിപ്പോൾ അക്കല് കൊണ്ട് വേർതിരിക്കാൻ കഴിയും. അതുപോലെ ഇൽമു കൊണ്ട്, ഇൽമു എന്ന് പറഞ്ഞാൽ അറിയാനുള്ള അശേഷി, കഴിവ്, മലക്ക എന്നൊക്കെ പറയാം. മലക്ക കൊണ്ടും കാര്യങ്ങളെ വേർതിരിക്കാൻ കഴിയും, അക്കല് കൊണ്ടും വേർതിരിക്കാൻ കഴിയും. പക്ഷേ ഈ ഇൽമു അക്കലും ഒന്നും മഹ്മൂലാക്കാൻ പറ്റില്ല. ഇപ്പം ഇൻസാൻ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അക്കലാണെന്ന് പറയാൻ പറ്റുമോ, അല്ലെ ഇൽമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് എല്ലാത്തിനെ തൊട്ടും വേർതിരിക്കുന്ന, അതല്ലാത്ത എല്ലാത്തിനെ തൊട്ടും ഒരു ഷയ്യിനെ വേർതിരിക്കുന്ന ഒരു കുല്ലിയ മഹ്മൂലയാണ്. മഹ്മൂല എന്ന് പറയുമ്പോൾ എന്തല്ല, അത് ബില്ലർന്ന് മഹ്മൂലായിട്ട് വരും.
അവിടെ പിന്നെ ഈ ഈ ബിദ്ദാത്ത് എന്തല്ല മെഹ്മൂല എന്നുള്ളത് ഈ തരീഫിൻ്റെ ദാത്തിയാത്തിൽപ്പെട്ടതല്ല, മെഹ്മൂലയായിരിക്കുക എന്നുള്ളത്. ബില്ലറിൽ മെഹ്മൂലായിട്ട് വരും. അവിടെ മുഅറഫ് ഇന്നതാണ്, ഇപ്പം ഇൻസാൻ ഹൈവാനാത്തിക്കാണ്, ഇന്നത് ഇന്നതാണ്. അപ്പോൾ ഈ തരീഫ് കൊണ്ടുള്ള ഉദ്ദേശം ആ കാര്യത്തെ തസവുറാക്കലാണ്, അല്ല തസ്തീക്കാക്കലല്ല. അപ്പം ബിദ്ദാത്ത് എന്തല്ല മെഹ്മൂലല്ല. ബിദ്ദാത്ത് മെഹ്മൂലയാണെന്ന് പറയുമ്പോൾ പ്രശ്നം വരും, തസ്തീക്കല്ലല്ലോ തസവുർ. താരീഫ് കൊണ്ടുള്ള ഉദ്ദേശം മുഅറഫിനെ തസവുറാക്കലാണ് എന്നല്ലാതെ അവിടെ മുഅറഫ് ഇന്നതാണ് എന്ന് തസ്തീക്കാക്കലല്ല, ഇന്നത് ഇന്നതാണ് എന്ന് തസ്തീക്കാക്കലല്ല. അപ്പം തസ്തീക്കാക്കലാണ് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മുഅറഫിനെ തസവുറാക്കേണ്ടി വരും, പിന്നെ മുഅരിഫിനെ തസവുറാക്കേണ്ടി വരും, പിന്നെ നിസ്ബനെ തസവുറ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം മുഅറഫിനെ അതിനെ തസവുറാക്കുന്നതിന് മുമ്പിനെ തസവുറാക്കണമെന്നുള്ള ദൗറൊക്കെ വരും. അതുകൊണ്ട് ഇവിടെ തസ്തീക്കല്ല ഉദ്ദേശം, ബിദ്ദാത്ത് തസ്തീക്കല്ല, ബിദ്ദാത്ത് തസവുറാണ്. അപ്പം ഇവിടെ മഖ്സൂദ് ബിദ്ദാത്ത് മഖ്സൂദ് തസവുറാണ്. പക്ഷേ അവിടെ ബില്ലറിലായിട്ട് എന്ത് വരും, ഒരു കളി അവിടെ വരും, പക്ഷെ അത് മഖ്സൂദല്ല. അപ്പം ഇവിടെ എന്താണ് കുല്ലിയായ മെഹ്മൂലയാണ് മാ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. കൽ മുഅരിഫ് ഇന്ദൽ മനാത്തിക്കത്തി, അത് തന്നെ മനാത്തിക്കത്തിൻ്റെ അടുക്കൽ മുഅരിഫ് പോലെയായ സ്ഥിതിയിൽ. അപ്പം മനാത്തിക്കത്തിൻ്റെ അടുക്കൽ മുഅരിഫ് എന്ന് പറയുന്നതും ഉസൂലികളുടെ അടുക്കൽ ഹദ് എന്ന് പറയുന്നതും ആ മൈനക്കാണ്, രണ്ടും ഒന്നാണ്. എന്നല്ലാതെ എന്തല്ല, മനാത്തിക്കത്തിൻ്റെ അടുക്കൽ ഹദ് എന്ന് പറയണമെങ്കിൽ ദാത്തിയാത്ത് കൊണ്ട് താരീഫ് പറയണം, ദാത്തിയാത്ത് അല്ലാത്ത കൊണ്ട് താരീഫ് പറഞ്ഞാൽ റസ്മി എന്ന മനാത്തിക്കത്തിൻ്റെ അടുക്ക് പറയാം. ആ അർത്ഥമല്ല ഇവിടെ. അവരുടെ അടുക്കലുള്ള ഹദ്ദല്ല ഇവിടെ ഉദ്ദേശം. അവർ മുഅരിഫ് എന്ന് പറയുന്നത് എന്തിനാണോ അതിനാണ് ഇവർ ഹദ് എന്ന് പറയുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വലാ യുമയ്യിസു കദാലിക, വലാ യുമയ്യിസു വേർതിരിക്കുകയില്ല, കദാലിക അപ്രകാരം വേർതിരിക്കുകയില്ല. ഒരു ഷൈഇനെ അതല്ലാത്ത എല്ലാത്തിനത്തോടും വേർതിരിക്കുക എന്നല്ലേ, അതുണ്ടാവുകയില്ല. ഇല്ലാമ ഒന്നല്ലാതെ വേർതിരിക്കുകയില്ല, ഒരു മുഅരിഫല്ലാതെ. എങ്ങനത്തെ മുഅരിഫാണ്? ലാ യഖ്റുജു മിൻഹു, അതിൽ നിന്ന് പുറപ്പെടൂല, ഷൈഉൻ മിൻ അഫ്രാദിൽ മെഹദൂദി, മെഹദൂദിൻ്റെ അഫ്രാദിൽ നിന്നൊന്നും പുറപ്പെടൂല. ഉദാഹരണം പറയാ, ഇൻസാന് അൽ ഹൈവാനുൽ കാത്തിബു ബിൽഫീൽ എന്ന് പറഞ്ഞു. അപ്പം കാത്തിബ് ബിൽഫീൽ എന്ന് ഇൻസാനിനെ പറ്റി പറഞ്ഞാൽ ബിൽഫീൽ കാത്തിബ് അല്ലാത്തവരൊക്കെ പുറത്തുപോയി, ബിൽഫീൽ കാത്തിബ് അല്ലാത്ത ഹൈവാനൊക്കെ പുറത്തുപോയി. ഇപ്പം ഇൻസാൻ തന്നെ കാത്തിബും കാത്തിബല്ലാത്ത ഉണ്ടാവുമല്ലോ. അപ്പം കാത്തിബല്ലാത്ത ആ ഇൻസാൻ, അതിനെ സംബന്ധിച്ച് എന്ത് പറയാൻ പറ്റില്ല, ഇൻസാൻ എന്ന് പറയൂല. ആ മെഹദൂദിൽ നിന്ന് ചില അഫ്രാദ് പുറത്തു പോയത് കൊണ്ട് അതിനെ സംബന്ധിച്ച് എന്ത് പറയാൻ പറ്റില്ല. അൽ കാത്തിബ് ബിൽഫീൽ എന്നുള്ളത് ഇൻസാൻ അല്ലാത്തതിനെ തൊട്ടൊക്കെ ഇൻസാനെ വേർതിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇൻസാനെ വേർതിരിക്കലുണ്ടായിട്ടില്ല. കാരണം ഇൻസാനിൽപ്പെട്ട ചില അഫ്രാദുകളെ തന്നെ പുറത്താക്കുക ചെയ്തത്. അപ്പം ഇൻസാൻ അല്ലാത്തതിനെ തൊട്ട് ഇൻസാനെ വേർതിരിച്ചെന്നതിന് പറയാൻ പറ്റില്ല. എന്നതുപോലെ തന്നെ വലാ യദ്ഖുലു ഫീഹി ആ മുഹരിഫിൽ ആ ഒന്നിൽ പ്രവേശിക്കുകയില്ല. ഷൈഉൻ മിൻ ഗൈരിഹ ആ മെഹദൂദിൻ്റെ അഫ്രാദ് അല്ലാത്തതിൽ നിന്നും ഒന്നും. അപ്പം മെഹദൂദിൻ്റെ അഫ്രാദ് അല്ലാത്തതിൽ നിന്നൊന്നും പ്രവേശിക്കാൻ പാടില്ല. ഇപ്പം ഇൻസാൻ തന്നെ, ഇൻസാന് അൽ ഹൈവാനുൽ മാഷി എന്ന് പറഞ്ഞു. അൽ ഹൈവാനുൽ മാഷി എന്ന് പറയുമ്പോൾ മാഷി എന്ന് പറഞ്ഞത് ഇൻസാൻ്റെ അഫ്രാദ് അല്ലാത്തതും കടന്നുകൂടുന്നുണ്ട്. മാഷിയിൽ ഫർസും ജാമൂസും ഒക്കെ പെടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിർവചിച്ചാൽ, മാഷി നിർവചിച്ചാൽ ആ ഇൻസാനിനെ ഇൻസാനല്ലാത്ത എല്ലാത്തിനെ തൊട്ടും വേർതിരിച്ചെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇൻസാനെ, ഒരു വസ്തുവിനെ ആ വസ്തു അല്ലാത്ത എല്ലാത്തിനെ തൊട്ടും വേർതിരിച്ചു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ മുഅരിഫിൽ മെഹദൂദിൻ്റെ അഫ്രാദിൽ നിന്നും ഒന്നും പുറത്തു പോകാനും പാടില്ല, മെഹദൂദിൻ്റെ അഫ്രാദ് അല്ലാത്തതിൽ നിന്നും ഒന്നും അതിൽ പ്രവേശിക്കാനും പാടില്ല. ഇതന്നെയാണ് ജാമി മാനി എന്ന് പറയുന്നത്. ഇതന്നെയാണ് മുസന്നിഫ് റഹ്മഹുല്ല അൽ ജാമിയുൽ മാനിയു എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ
അപ്പം ഈ പറഞ്ഞതാണ് അതിന് ലാസിമാണ്. എന്തിൻ്റെ ലാസിമ്? നേരത്തെ പറഞ്ഞത് മാ യുമയ്യിസു ഷൈഅ അമ്മ അദാഹു എന്നുള്ളതാണ് ഇതിൻ്റെ മഫ്ഊം. ഇതിൻ്റെ മഫ്ഊം വിവരിക്കുന്നത് അതാണ് ഷാരി റഹ്മുള്ള പറയുന്നത്. അതാണ് അതിൻ്റെ ദാത്തിയാത്ത് കൊണ്ടുള്ള താരീഫ്. വൽ അവ്വലു, അപ്പം ആദ്യം പറഞ്ഞ താരീഫ് മാ യുമയ്യിസു ഷൈഅ അമ്മ അദാഹു എന്ന് പറഞ്ഞത് മുബയ്യിനുൽ മഫ്ഊമിൽ ഹദ്ദി, അത് ഹദ്ദിൻ്റെ മഫ്ഊം വിവരിക്കുകയാണ്. അതതിൻ്റെ ദാത്തിയ താരീഫാണ്. വത്താനി, രണ്ടാമത് പറഞ്ഞത് മാലാ യഖ്റുജു അന്നു ഷൈഉ മിൻ അഫ്റാദിൽ മഹ്ദൂദ് വലാ യദ്ഖുലു ഫീ ഷൈഉ മിൻ ഗൈരിഹ എന്ന് പറഞ്ഞില്ലേ, അത് ലി ഖാസത്തിഹി, അത് ഹദ്ദിൻ്റെ ഖാസയെ വിവരിക്കുകയാണ്. വഹുവ, ഈ രണ്ടാമത് പറഞ്ഞതില്ലേ ഈ ഖാസനെ വിവരിക്കുന്ന നിർവചനം, അതാണ് ബിമാന ഖൗലിൽ മുസന്നിഫി കൽ ഖാളി അബീബക്കറിൽ ബാക്കില്ലാനി, അതാണ് മുസന്നിഫ് പറഞ്ഞതിൻ്റെ മാന. മുസന്നിഫ് പറയാൻ പോകുന്നുണ്ട് അൽ ജാമിയുൽ മാനിഉ എന്ന്. അൽ ജാമിയുൽ മാനിഉ എന്ന് പറഞ്ഞത് അതും ഖാസത്തിനെ വിവരിക്കുന്ന നിർവചനമാണ് എന്നാണ് ഷാരി റഹ്മുല്ല പറയുന്നത്. അത് മുസന്നിഫ് മാത്രമല്ല പറഞ്ഞത്, അൽ ഖാളി അബൂബക്കറുൽ ബാക്കില്ലാനും അങ്ങനെയാണ് നിർവചിച്ചത് റഹ്മുല്ല. അവരും നിർവചിച്ചത് അങ്ങനെയാണ്. അപ്പം അവർ പറയുന്ന നിർവചനം അതെന്താണ്? അത് ഖാസത്തിനെ വിവരിക്കാനുള്ള നിർവചനമാണ്. അത് ദാത്തിയ നിർവചനമല്ല. ദാത്തിയ നിർവചനം പറഞ്ഞത് അത് ഷാരി പറഞ്ഞതാണ്. അപ്പം എന്താണ്? അപ്പം ഇത് മുസന്നിഫിൻ്റെ കൗലിൻ്റെ മേനക്കാണ്. കൗലെന്താ? കൗലിൻ്റെ മക്കൂല് അൽ ഹദ്ദു അൽ ജാമിയു, അൽ ഹദ്ദു അൽ ജാമിയുൽ മാനിഉ എന്നുള്ളതാണ് കൗല്. അൽ ജാമിയു ഒരുമിച്ച് കൂട്ടുന്നത് എന്നാ. ലി അഫ്റാദിൽ മെഹദൂദി, മെഹദൂദിൻ്റെ അഫ്റാദിനെ ഒരുമിച്ച് കൂട്ടുന്നത്. മെഹദൂദ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഇവിടെ ബയാൻ ചെയ്യാൻ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാ. അതിൻ്റെ ലുഗവിയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ദൗറ് വന്നതെന്ന് പറയാൻ പറ്റില്ല. ഹദ് എന്ന് പറഞ്ഞാൽ എന്താ? മെഹദൂദിൻ്റെ അഫ്റാദിനെ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ ഈ മെഹദൂദിൻ്റെ മുസ്തക്കാണുള്ള ഹദ്. അപ്പം ഹദ് മെഹദൂദിനെ മനസ്സിലാണേ ഹദ്ദിനെ മനസ്സിലാണോ? അപ്പം ഹദ്ദിനെ മനസ്സിലാണെങ്കിൽ ഹദ്ദിനെ മനസ്സിലാണെന്ന് വന്ന് അത് ദൗറാണ്. അങ്ങനെ അർത്ഥം പറയേണ്ടതാണ്. മെഹദൂദ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം മാ യുറാദു ബയാനുഹു, ബയാൻ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ലൊഗവിയ അർത്ഥം. അപ്പം ബയാൻ ഉദ്ദേശിക്കപ്പെടുന്നതിൻ്റെ അഫ്റാദുകളെ ഒരുമിച്ച് കൂട്ടുന്നത്. അൽ മാനിയു ഐ മിൻ ദുഖൂലി ഗൈരിഹാ ഫീഹി, അൽ മാനിയു തടയുന്നത്, ഐ മിൻ ദുഖൂലി ഗൈരിഹാ ഫീഹി അതിൻ്റെ അഫ്റാദല്ലാത്തത് അതിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് തടയുന്നത്. ആ ഫീഹി എന്നുള്ള മീർ അലിഫ്ലാമിൽ കാക്കിയാൽ മതി. അലിഫ്ലാം മൗസൂലിൻ്റെ അലിഫ്ലാമാണ്. അപ്പം അല്ലദീ യംനഊൻ തടയുന്നത്. എന്തിനെ തൊട്ട് തടയുക? ആ മെഹദൂദിൻ്റെ അഫ്റാദ് അല്ലാത്ത പ്രവേശിക്കുന്നതിനെ തൊട്ട് തടയുക. ഫീഹി ആ നിർവചനത്തിൽ ആ ഒന്നിൽ എന്നർത്ഥം. വയുഖാലു ഐളൻ വീണ്ടും പറയപ്പെടും അൽ ഹദ്ദു, ഹദ് എന്ന് പറഞ്ഞാൽ, ഹദ് എന്ന് പറഞ്ഞാൽ അൽ മുത്തരിദുൽ മുൻഅക്കിസു, മുത്തരിദ് മുൻഅക്കിസാണ്. അൽ മുത്തരിദുൽ മുൻഅക്കിസാണ് എന്ന് പറഞ്ഞാൽ ഇത്ര അതാന്ന് പറഞ്ഞാൽ ഒത്ത് യോജിച്ച് വരാന്നൊക്കെ. ഹദ്ദുള്ളോടത്തൊക്കെ മെഹദൂദ് ഉണ്ട്, ഹദ്ദുള്ളോടത്തൊക്കെ മെഹദൂദ് ഉണ്ട്. അൽ മുൻഅക്കിസ് പറഞ്ഞാലോ നേരെ തിരിച്ചും, മെഹദൂദ് ഉള്ളോടത്തൊക്കെ ഹദ് ഉണ്ട്. അപ്പം ഹദ്ദുള്ളോടത്തൊക്കെ മെഹദൂദ് ഉണ്ടാകുമ്പോൾ അത് മാനിയായിരിക്കും. എന്നതുപോലെ മെഹദൂദ് ഉള്ളോടത്തൊക്കെ ഹദ് ഉണ്ടാകുമ്പോൾ അത് ജാമിയുമായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇത്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടി വാളിഹാകുന്നത്. അതുകൊണ്ടായിരിക്കും അതിനെ മുന്തിച്ചുണ്ടായിരിക്കും മുസന്നിഫ്. ഇതിനെ സംബന്ധിച്ച് യുഖാലു എന്നാണല്ലോ പറഞ്ഞത്. അപ്പം അൽ മുത്വരിദു ഐ അല്ലദീ ഒന്നാണ് എന്ന്. കുല്ലമാ വുജിദൽ മെഹദൂദ് എന്ന്. ഒന്ന് തന്നെ ഒരു ഹദ്, ഒരു നിർവചനം, ഒരു മുഅരിഫ് താരീഫ്. കുല്ലമാ വുജിദ, ആ ഹദ് എത്തിക്കപ്പെടുന്നിടത്തെല്ലാം വുജിദൽ മെഹദൂദു, മെഹദൂദിന് എത്തിക്കപ്പെടുന്നു. അപ്പം ഹദ്ദുള്ളോടത്തൊക്കെ മെഹദൂദ് ഉണ്ട്. ഫലാ യദ്ഖുലു ഫീ ഷൈഉൻ മിൻ ഗൈരി അഫ്റാദിൽ മെഹദൂദീൻ. അപ്പോൾ ആ നിർവചനത്തിൽ പ്രവേശിക്കൂല മെഹദൂദിൻ്റെ അഫ്റാദ് അല്ലാത്തതിൽ നിന്നൊന്നും. ഇപ്പം ഇൻസാന് നിർവചനം പറയാ മാഷി എന്ന് പറഞ്ഞു, അൽ ഹൈവാനുൽ മാഷീൻ,
എന്ന് പറഞ്ഞാൽ അവിടെ മെഹദൂദിൻ്റെ അഫ്രാദ് അല്ലാത്തതിൽ നിന്ന് പുറപ്പെട്ടല്ലോ. മെഹദൂദിൻ്റെ അഫ്രാദ് അല്ലാത്തതിൽ നിന്ന് പ്രവേശിക്കുന്നുണ്ട് മാഷിയിൽ. ഇപ്പം ഇൻസാനെ സംബന്ധിച്ച് അൽ അഹ്വാനുൽ മാഷി എന്ന് പറഞ്ഞാൽ അതിൽ ഫർസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ട്? നിർവചനമുള്ളോടത്ത് മെഹദൂദ് ഇല്ല എന്ന് വരുന്നുണ്ട്. മാഷി എന്ന് പറയുന്നത് ഫർസിൻ്റെ മേൽ പറയുന്നുണ്ട്. അവിടെ അത് ഇൻസാനല്ലല്ലോ. അപ്പം ഹദ്ദുള്ളിടത്ത് മെഹദൂദ് ഇല്ലാതെ വന്ന്, അപ്പം ഹദ്ദുള്ളിടത്തൊക്കെ മെഹദൂദ് ഉണ്ടാകുമ്പോഴേ എന്താവുള്ളൂ? അത് മാനിയാവുകയുള്ളൂ. അപ്പം യക്കൂന് മാനിയൻ, അപ്പോൾ മാനിയാകും. അപ്പം മാനിയാകുക എന്നുള്ളത് മുത്തരിദിൻ്റെ നേരെ അർത്ഥമല്ല. അപ്പം നേരെ അർത്ഥമാണ് എന്ന് അവർക്കൊരു റദ്ദും കൂടിയാണ് ഈ പറയുന്നത്. അപ്പം യക്കൂന് മാനിയൻ, അപ്പോൾ മാനിയാകുന്നു. അപ്പം ഈ ഹദ്ദുള്ളിടത്തൊക്കെ മെഹദൂദ് ഉണ്ടാവലിനാൽ എന്ത് ലാസിമായി വരും? മാനിയാവൽ ലാസിമായി വരും എന്നല്ലാതെ ഇത്രാദിൻ്റെ അർത്ഥമല്ല മൻഅ എന്നുള്ളത്. അതിന് നേരെ അർത്ഥമല്ല. അതിനാൽ ഇതുണ്ടായിത്തീരും. സംഗതി മാനി എന്നുള്ളത് എങ്ങനെ വരുന്നത്? കുല്ലമാ ഉജിദൽ മെഹദൂദു എന്നുള്ളതിൻ്റെ അക്സന്നക്കീൽ എടുക്കുമ്പോഴാണ് വരുന്നത്. കുല്ലമാലം യൂജദിൽ മെഹദൂദു ലം യൂജദിൽ ഹദ്ദു എന്നുള്ള മെഹദൂദ് ഇല്ലാത്തിടത്ത് ഹദ് ഉണ്ടാവില്ല. മെഹദൂദ് ഇല്ലാത്തിടത്ത് ഹദ്ദില്ല എന്ന് പറയുമ്പോഴേ അത് മാനിയാവുള്ളൂ. മനസ്സിലായില്ലേ? മെഹദൂദ് ഇൻസാൻ ഇല്ലാത്തിടത്ത് ഹദ്ദില്ലാതെ വരണം, അപ്പോഴേ അത് മാനിയാവുള്ളൂ. അൽ മുൻഅക്കിസും തിരിച്ച് അല്ലദീ കുല്ലമാ ഉജിദൽ മെഹദൂദു ഉജിദ ഹുവാൻ. മെഹദൂദ് ഉള്ളിടത്തൊക്കെ എന്തുണ്ട്? ഈ ഹദ്ദുണ്ട്. മെഹദൂദ് ഇൻസാൻ എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ ഇതുണ്ട്, ഈ ഹദ്ദുണ്ട്. ഇപ്പം ഇൻസാന് കാത്തിബ്, ബിൽഫീൽ കാത്തിബ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്തില്ല? ഇൻസാനുള്ളിടത്തൊക്കെ ബിൽഫീൽ കാത്തിബ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബിൽഫീൽ കാത്തിബ് അല്ലാത്തതും എന്താ? കാത്തിബ് അല്ലാത്ത ആളും ഇൻസാനാവാലോ. അപ്പം മെഹദൂദ് ഉള്ളിടത്തൊക്കെ എന്തുണ്ടെന്ന് വരൂല? ഈ ഹദ്ദുണ്ടെന്ന് വരൂല. ഫലാ യഖ്റുജു അന്നു ഷയ്യുൻ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, ഈ മെഹദൂദ് ഉള്ളിടത്തൊക്കെ ഹദ്ദ് ഉണ്ടാകുമ്പോൾ ഫലാ യഖ്റുജു അന്നു ഷയ്യുൻ, അപ്പം ഈ ഹദ്ദിൽ നിന്ന് പുറപ്പെടൂല. ഷയ്യുമിൻ അഫ്രാദുൽ മെഹദൂദി, മെഹദൂദിൻ്റെ ഒരു അഫ്രാദും. അപ്പം ബിൽഫീൽ കാത്തിബ് എന്ന് പറയുമ്പോൾ എന്തായി? ഇൻസാനിന് ചില അഫ്രാദൊക്കെ ഇന്ന് പുറത്തു പോയല്ലോ. അപ്പം യക്കൂന് ജാമിയൻ. അങ്ങനെ മെഹദൂദ് ഉള്ളിടത്തൊക്കെ ഹദ്ദ് ഉണ്ടാകുമ്പോൾ ജാമിയാകുന്നു. മനസ്സിലായില്ലേ? അപ്പം ബിൽഫീൽ കാത്തിബ് എന്ന് പറഞ്ഞാൽ അതെന്തല്ല? ജാമിയല്ല. അവിടെ എന്തില്ല? ബിൽഫീൽ കാത്തിബ് ഉള്ളിടത്തൊക്കെ ഇൻസാനുള്ളിടത്തൊക്കെ ബിൽഫീൽ കാത്തിബ് ഉണ്ടാവില്ല. ഇൻസാൻ്റെ അഫറാദ് ഉള്ളിടത്തൊക്കെ എല്ലായിടത്തും ബിൽഫീൽ കാത്തിബ എന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്താവൂല? ബിൽഫീൽ കാത്തിബ് അൽ ഹൈവാനുൽ കാത്തിബ് ബിൽഫീൽ എന്നുള്ളത് ഇൻസാൻ്റെ ജാമിയ നിർവചനാവൂല. അപ്പം യക്കൂന് ജാമീൻ, അപ്പം ജാമിയാവും. ഇങ്ങനെ മെഹദൂദ് ഉള്ളിടത്തൊക്കെ ഹദ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? ജാമിയാവും. അപ്പോൾ മുഅദ്ദൽ ഇബാറത്തൈനി വാഹിദുൻ. അപ്പം രണ്ട് ഇബാറത്തിൻ്റെ മഅനൊന്ന് തന്നെ, രണ്ട് ഇബാറത്ത് കൊണ്ടുള്ള ആശയം ഒന്ന് തന്നെ. ഏത്? അൽ ജാമിഉൽ മാനിയു എന്ന് പറഞ്ഞതും അൽ മുത്തരിദുൽ മുൻഅക്കിസ് എന്ന് പറഞ്ഞതും രണ്ടിൻ്റെ ആശയം ഒന്ന് തന്നെയാണ്. വൽ ഊല ഔളഹു, ആദ്യം പറഞ്ഞതാണ് ഔളഹു, കൂടുതൽ വുളൂഹുള്ളത്. അതുകൊണ്ടാണ് മുസന്നിഫ് ആദ്യം പറഞ്ഞത്. കാരണം അതിന് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇത് അതിൻ്റെ ലാസിമായിട്ടാണ് മാനിയും പിന്നെ ജാമിയും വരുന്നത്. ഫതസ്തുഖാനി, അപ്പോൾ ഈ രണ്ട് നിർവചനവും സാധിക്കാവും. അല്ല ഹൈവാൻ നാത്തിക്കിൻ്റെ മേലിൽ. ഹൈവാൻ നാത്തിക്കിനെ സംബന്ധിച്ച് ഹദ്ദലിൽ ഇൻസാൻ്റെ ഹദ്ദായിട്ട്. ഹൈവാൻ നാത്തിക്കിനെ സംബന്ധിച്ച് അൽ ജാമിയുൽ മാനിയു എന്നുള്ളതും സാധിക്കാവും, അൽ മുത്തരിദുൽ മുൻഅക്കിസു എന്നുള്ളതും സാധിക്കാവും. ബിഖിലാഫി ഹദ്ദിഹി, ഈ ഇൻസാൻ ഹദ്ദ് പറയുന്നതിനെതിരെ, ഇൻസാൻ്റെ നിർവചനത്തിനെതിരെ. ബിൽ ഹൈവാനിൽ കാത്തിബി ബിൽഫീലി എന്നതുകൊണ്ടുള്ള ഹദ്ദിന് വിപരീതം. ഫൈനോ ഗൈറു ജാമീൻ, അത് ജാമിയാവൂല. കാരണം പിന്നെ ഇൻസാനിൽ ബിൽഫീൽ കാത്തിബ് അല്ലാത്തവരുണ്ട്, അപ്പോൾ ജാമിയല്ല.
വൈറു മുന്നക്കിസൻ വൈറു മുന്നക്കിസുമാണ്, മുന്നക്കിസു ആയില്ല. മുന്നക്കിസാവണമെങ്കിൽ ഈ മെഹദൂദ് ഉള്ളിടത്തൊക്കെ ഹെദ് ഉണ്ടാവണ്ടേ. ഇപ്പം മെഹദൂദ് ഉള്ളിടത്തൊക്കെ ഹെദ്ദില്ലല്ലോ. ഇപ്പം ഇൻസാൻ ഉള്ളിടത്തൊക്കെ ബിൽഫീൽ കാത്തിബാഗ് എന്നുള്ളതില്ല. അതുകൊണ്ട് അത് ഗൈറു മുന്നക്കിസുമല്ല. വബിൽ അഹ്വാനിൽ മാഷി, അഹ്വാനുൽ മാഷി എന്ന് ഇൻസാനിന് ഹെദ് പറയുകയാണെങ്കിലോ, അഹ്വാനുൽ മാഷി എന്ന് പറയുകയാണെങ്കിൽ ഫൈനോ ഗൈറു മാനിയൻ, അത് മാനിയല്ല. കാരണം അതിൽ പിന്നെ ഫറസും ജാമൂസും കടന്നു കൂടുന്നുണ്ട്. ഗൈറു മുത്തരിദിൻ, ഗൈറു മുത്തരിദുമല്ല. മുത്തരിദാണെങ്കിൽ പിന്നെ ഈ ഹെദ്ദുള്ളിടത്തൊക്കെ മെഹദൂദ് ഉണ്ടായിരിക്കണം. ഇപ്പം മാഷി എന്ന് പറഞ്ഞിടത്തൊക്കെ ആരില്ല? ഇൻസാനില്ല. മാഷിയാണ് കുതിര, അത് ഇൻസാനല്ലല്ലോ എന്ന്. തഫ്സീറുൽ മുൻഅക്കിസി, മുൻഅക്കിസിന് തഫ്സീർ പറഞ്ഞത് അൽ മുറാദി ബിഹി, എങ്ങനത്തെ മുൻഅക്കിസാണ്? അൽ മുറാദി ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എക്സുൽ മുറാദി ബിൽ മുത്തരിദി, മുത്തരിദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതിൻ്റെ എക്സാണ്, അതിൻ്റെ വിപരീതമാണ് കൊണ്ട് ഉദ്ദേശം. അങ്ങനെയുള്ള മുൻഅക്കിസിന് തഫ്സീർ പറഞ്ഞത് ബിമാദുക്കിറ, മേൽ പറയപ്പെട്ടതുകൊണ്ട് തഫ്സീർ പറഞ്ഞു. പറയപ്പെട്ടത് എന്താണ്? കുല്ലമാ ഉജിദൽ മെഹദൂദു ഉജിദൽ ഹദ്ദു എന്നുള്ളതാണ്. മെഹദൂദ് ഉണ്ടാകുമ്പോഴൊക്കെയും ഹദ് ഉണ്ടായിരിക്കുക എന്നതുകൊണ്ട് തഫ്സീർ പറഞ്ഞത്. ഈ തഫ്സീർ അൽ മൗഹൂദി മിനൽ അലുദി, എങ്ങനത്തെ മാതുക്കിറ, ആ മാതുക്കിറ പിടിച്ചെടുക്കപ്പെട്ടത് മിനൽ അലുദി, അലുദുദ്ദീനുൽ ഈജി എന്ന് പറഞ്ഞ മഹാപണ്ഡിതനിൽ നിന്നാണ് മനസ്സിലാക്കിയെടുക്കപ്പെട്ടത്. അപ്പം ഈ ഷാരി പറഞ്ഞ തഫ്സീർ ഷാരി സ്വന്തം പറഞ്ഞതല്ല, അലുദ്ദീൻ ഈജി എന്ന് പറഞ്ഞ പിന്നെ സൈനുദ്ദീൻ തഫ്താസാൻ്റെ ഉസ്താദില്ലേ, മവാഖിഫിൻ്റെ മുസന്നിഫ്, അവർ പറഞ്ഞതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണത്. പിന്നെ എങ്ങനെയുള്ള മാതുക്കിറാൽ മുവാഫിഖ്, അത് യോജിച്ചത് ഫി ഇത്ലാഖിൽ എക്സി അലേഹി, ആ മാതുക്കിറൻ്റെ മേലിൽ എക്സ് എന്ന് പറയുന്നതിൽ യോജിച്ചിട്ടുണ്ട്. ഇതിൽ ഉറുഫി, ഉറുഫിനോടാണ് യോജിച്ചത്. അത് ഉറുഫിയായ എക്സാണ് അവിടെ. ഐതു യുക്കാലു, പറയപ്പെട്ടതിന് വേണ്ടി. കുല്ലു ഇൻസാനിൻ നാത്തിഖുൻ ഒബിൽ അക്സി എന്ന് പറയും. കുല്ലു ഇൻസാനിൻ, എല്ലാ മനുഷ്യരും നാത്തിക്കാണ്. ഒബിൽ അക്സി തിരിച്ചും പറയാം, എല്ലാ നാത്തിക്കും ഇൻസാനാണെന്ന് പറയാം. അപ്പം അത് ഉറുഫിയ എക്സ് എന്നാണ് പറയാം. അപ്പോൾ കുല്ലു ഇൻസാൻ ഹൈവാനും വല എക്സ എന്നും പറയും. എല്ലാ ഇൻസാനും ഹൈവാനാണ്, വല എക്സ, എക്സാക്കി പറയാൻ പറ്റില്ല. എല്ലാ ഹൈവാനും ഇൻസാനാണെന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എക്സാണ്? ഉറുഫിലാണ് അതിന് എക്സ് എന്ന് പറയാം. അല്ല മനാത്തിക്കത്തിൻ്റെ എക്സ് മൂജബ കുല്ലി മൂജബ ജുസിയായിട്ട് എക്സ് ആവുള്ളൂ. കുല്ലു ഇൻസാൻ നാത്തിക്കുൻ എന്നുള്ളത് ബഅദുൻ നാത്തിക്ക് ഇൻസാൻ എന്ന് എക്സ് ആകുക എന്നതുപോലെ കുല്ലു ഇൻസാൻ ഹൈവാൻ എന്നുള്ള ബഅദുൽ ഹൈവാൻ ഇൻസാനുൻ എന്ന എക്സ് ആകുക. അങ്ങനെയാണ് എക്സ് ആകുക. അപ്പോൾ കുല്ലു ഇൻസാൻ ഹൈവാൻ എന്നുള്ളതിന് എക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുല്ലു ഇൻസാൻ ഹൈവാൻ എന്നുള്ളത് സാധിക്കാണോ? എന്നാൽ അതിൻ്റെ എക്സും സാധിക്കാവും എന്നാ മനാത്തിക്കത്ത് പറയാം. അവരടുക്കൽ കുല്ലി ജുസിയായിട്ട് എക്സ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഉറുഫിനോട് യോജിച്ചതെന്ന് പറഞ്ഞത്. ഉറുഫിനോട് എക്സ് എന്ന് പറയുന്നതിൽ ഉറുഫിനോട് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറുഫിയായിട്ടാണ് അങ്ങനെ എക്സ് ആക്കൽ. എങ്ങനെ? നമ്മളിവിടെ മുത്തരിദിനെ എക്സ് ആക്കിയതല്ലേ. ഹദ് ഉള്ളിടത്തൊക്കെ മെഹദൂദ് ഉണ്ട് എന്ന് പറഞ്ഞ്, അതിൻ്റെ എക്സാണ് എന്ത്? മെഹദൂദ് ഉള്ളിടത്തൊക്കെ ഹദ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അത് നേരെ തിരിച്ച് പറയാം. അത് മെഹമൂലും മൗലൂവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, കൈഫിലും കമ്മിലും മാറ്റം വരുത്താതെ. ആ നിലക്കുള്ള എക്സ് എന്ന് പറഞ്ഞാൽ അത് ഉറുഫിലുള്ള എക്സാണ്. ഈ തഫ്സീർ പറഞ്ഞതാകുന്ന അൽഹറു എന്നുള്ളതാണ് ഇതിൻ്റെ ഖബർ, തഫ്സീറു എന്നുള്ളതിൻ്റെ. അത് ഏറ്റവും വ്യക്തമായതാണ് ഫിൽ മുറാദി, മുറാദിൽ. മുറാദി എന്ന് പറഞ്ഞത് കൊണ്ട് ഈ മാനൽ ജാമീൻ, ജാമീൻ്റെ മാനയിൽ. അതായത് താഴെ ഇബ്നു ഹാജിബ് തഫ്സീർ പറയുന്നുണ്ട് മുന്നാക്കിസിന്. അപ്പം ഷാരി പറഞ്ഞ തഫ്സീറാണെങ്കിലും ഇബ്നു ഹാജിബും എല്ലാവരും ഈ മുന്നാക്കിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാമി തന്നെയാണ്. ജാമിയാകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് മുറാദാ മാന എന്ന് പറഞ്ഞത്. എല്ലാവരുടെയും ഉദ്ദേശം ഒന്ന് തന്നെ, അതിൽ ഖിലാഫില്ല. ആ ഉദ്ദേശം മനസ്സിലാകുന്നതിൽ അൽഹർ ഏതാണ്? ഷാരി പറഞ്ഞ തഫ്സീറാണ്.
കാരണം എന്താ, മഹദൂദുള്ളോടത്തൊക്കെ ഹെദ് ഉണ്ടാകുക എന്നല്ലേ. മഹദൂദുള്ളോടത്തൊക്കെ ഹെദ് ഉണ്ടാകുക എന്നാണല്ലോ ജാമീൻ്റെ അർത്ഥം. മഹദൂദ് ഇൻസാൻ ഉള്ളോടത്തൊക്കെ താരീഫ് പറയാൻ പറ്റുക, ഹൈവാനാത്തിക്ക് പറയാൻ പറ്റുക എന്നല്ലേ. അപ്പം ഇൻസാൻ ഉള്ളോടത്തൊക്കെ കാത്തി ബിൽഫിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടത് ജാമിയല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അതാണ് മുറാദുൽ അൽഹർ. ആരെ തഫ്സീറിനേക്കാൾ? മിൻ തഫ്സീർ ഇബ്നുൽ ഹാജിബി, ഇബ്നുൽ ഹാജിബിൻ്റെ തഫ്സീറിനേക്കാളും അൽഹർ മേൽ പറഞ്ഞ തഫ്സീറാണ്, മാതുക്കര കൊണ്ടുള്ള തഫ്സീറാണ്. വഗൈരിഹി, ഇബ്നു ഹാജിബ് അല്ലാത്തവരുടെയും. എന്താ അവർ തഫ്സീർ പറഞ്ഞത്? ബി അന്നഹു കുല്ലമന്തഫൽ ഹദ്ദു ഇന്തഫൽ മഹദൂദു. ഇന്നിക്കാസിന് താരീഫ് പറഞ്ഞതാ, തഫ്സീർ പറഞ്ഞതാ. ഹദ്ദില്ലാത്തപ്പോഴൊക്കെ മഹദൂദ് ഇല്ലാതിരിക്കാൻ, അത് ജാമീൻ്റെ അർത്ഥം തന്നെയാണ്. പക്ഷേ അപ്പോൾ ജാമി തന്നെയാണ് കൊണ്ടുള്ള മുറാദ് എന്നുള്ളതിൽ ഖിലാഫില്ല. ഹദ്ദില്ലാതിരിക്കുമ്പോഴൊക്കെ മഹദൂദ് ഇല്ലാതിരിക്കുക. അപ്പോൾ പിന്നെ മഹദൂദ് ഉണ്ടാവുമ്പോഴൊക്കെ ഹദ് ഉണ്ട് എന്ന് പറഞ്ഞതിന് ലാസിമാണത്. കുല്ലമാ ഉജിദൽ മഹദൂദു ഉജിദൽ ഹദ്ദു എന്ന് പറഞ്ഞതിൻ്റെ എക്സിനക്കീലാണ് ഏത്? കുല്ലമാ ഇന്തഫൽ ഹദ്ദു ഇന്തഫൽ മഹദൂദു എന്ന് പറഞ്ഞത്. കാരണം ഉജിദ എന്നുള്ള ഇന്തഫാന്നാക്കി, അപ്പം ഹദ്ദിനെ അങ്ങോട്ട് എടുത്തിട്ടിട്ട് മഹദൂദിനെ ബേക്കിൽക്കാക്കി. അങ്ങനെയുള്ള എക്സിനക്കീലാണ്. മൗലൂ മഅമൂല് മാറ്റുക, കുല്ലിയായിട്ട് തന്നെ എക്സാല്. ഇത് മന്തിക്കിയായ എക്സിനക്കീൽ തന്നെ. അത് നേരത്തെ പറഞ്ഞ ലാസിമാണിത്. കുല്ലമാ ഉജിദൽ മഹദൂദു ഉജിദൽ ഹദ്ദു എന്ന് പറഞ്ഞതിൻ്റെ ലാസിമാണിത്. അപ്പം ഇവിടെ ഹദ്ദില്ലാതിരിക്കുമ്പോഴൊക്കെ, ഇപ്പോൾ ഹൈവാനാത്തിക്ക് എന്ന് പറഞ്ഞ ഹദ്ദില്ലാതിരിക്കുമ്പം ഇൻസാൻ ഇല്ലാതിരിക്കുകയാണ്. അതിനുള്ള ജാമി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മഹദൂദ് ഉണ്ട്, ഹദ് ഉണ്ടായില്ല, അപ്പോൾ ജാമി ആവില്ല. മഹദൂദ് ഇപ്പോൾ ഇൻസാൻ്റെ മഹദൂദ്, ഇൻസാൻ എന്ന് പറഞ്ഞ മഹദൂദ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സെയ്ദ് എന്ന് പറഞ്ഞൊരു ഫർദുണ്ട്, അയാൾക്ക് കിതാബത്ത് അറിയില്ല. അപ്പം കാത്തിബ് ബിൽ ഫീൽ എന്ന് പറഞ്ഞാൽ കാത്തിബ് ബിൽ ഫീൽ ഇല്ല, സെയ്ദുണ്ട് താനും. കാത്തിബ് സെയ്ദ് കാത്തിബ് അല്ലാത്തതുകൊണ്ടാണ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ മഹദൂദ് ഉണ്ടായി, ഹദ് ഉണ്ടായില്ല, അപ്പോൾ ജാമിയാവില്ല. അപ്പം ഹദ്ദില്ലാത്തയിടത്തൊക്കെ മഹദൂദും ഇല്ലാതിരിക്കണം, അപ്പോഴേ ജാമിയാവുള്ളൂ. ജാമീൻ്റെ കൊണ്ട് അതിൻ്റെ മുറാദ് ജാമി തന്നെയാണ്, പക്ഷേ അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ് മാത്രം. നേരത്തെ പറഞ്ഞതാണ് മനസ്സിലാകുന്നത് വേഗം. കുല്ലമാ ഉജിദൽ മഹദൂദ് ഉജിദൽ ഹദ്ദു എന്ന് പറയുമ്പോൾ അത് ജാമീൻ്റെ മഅനയിൽ അത് അൽഹറാണ്. അത് ഇബ്നു ഹാജിബിൻ്റെ തഫ്സീറിനേക്കാളും അൽഹറാണത്. എങ്ങനത്തെ തഫ്സീർ? അൽ ലാസിമിൽ ദാലിക തഫ്സീരി, അത് മേൽ പറഞ്ഞ തഫ്സീറിന് ലാസിമാണത്. മേൽ പറഞ്ഞ തഫ്സീറിൻ്റെ ലാസിമാണ്. അത് പറഞ്ഞല്ലോ, കുല്ലമാ ഉജിദൽ മഹദൂദ് ഉജിദൽ ഹദ്ദു എന്നതിൻ്റെ ലാസിം എങ്ങനെ വരിക? പിന്നെ ഇങ്ങനെ ഉജിദ എന്നുള്ളതിന് ഇന്തഫാന്ന് എടുക്കുക, എന്നിട്ട് ഹദ്ദും മഹദൂദും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി, മൗലൂ മഅമൂലും. അപ്പോൾ എക്സിൻ്റെ കീഴിലായി ലാസിമാണ്. നെളിറൻ, ഈ തഫ്സീർ എവിടെ നിന്ന് കിട്ടിയതാണ്? നെളിറൻ നോക്കിയതിന് വേണ്ടി. ഇല അന്നൽ ഇൻഇക്കാസ, ഇൻഇക്കാസ് തലാസും ഫിൽ ഇന്തിഫായുള്ള തലാസുമാണ് എന്ന് നോക്കിയതിന് വേണ്ടി. ഇതുപോലെ കല്ലിത്തിറാദി തലാസും ബി തുബൂത്തി, ഇത്തിറാദ് എന്ന് പറയുന്നത് തുബൂത്തിലുള്ള തലാസുമാണല്ലോ. ഇത്തിറാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദ് ഉണ്ടാവുമ്പോഴൊക്കെ മഹദൂദ് ഉണ്ടാവുക എന്നല്ലേ. കുല്ലമാ മുജിദ്, ഇത്തിറാദ് എന്ന് പറഞ്ഞാൽ കുല്ലമാ മുജിദൽ ഹദ് മുജിദൽ മഹദൂദ് എന്നാ. ഹദ് ഉണ്ടാകുമ്പോഴൊക്കെ മഹദൂദ് ഉണ്ടാകുക എന്നാ. അപ്പോൾ അതിൻ്റെ നേരെ എക്സ്, അതിൻ്റെ എക്സ് എടുത്തതാണ് ഹദ് ഇല്ലാതിരിക്കും മഹദൂദ് ഇല്ലാതിരിക്കുക. അപ്പോൾ ഇത്തിറാദിൻ്റെ എക്സ് എടുത്തതാണ് ഇത്. അങ്ങനെയാണ് ഇബ്നു ഹാജിബിന് ഈ തഫ്സീർ കിട്ടിയത്. അപ്പം തഫ്സീറൊക്കെ റെഡി തന്നെയാണ്, പക്ഷേ മുറാദുൽ അൽഹർ ഷാരി പറഞ്ഞ തഫ്സീറാണ് എന്നർത്ഥം. പിന്നെ ഇവിടെ വേറെ പ്രശ്നമുള്ള എന്താ വെച്ചാൽ, ഈ ഇൻഇക്കാസ് എന്നുള്ള ഇൻഇക്കാസിന് ഈ മയന ഇബ്നു ഹാജിബ് പറഞ്ഞ മയന അത് ഇസ്തിലാഹിനോടും ഉറുഫിനോടും യോജിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഷാരി പറഞ്ഞ മയന
അലുദ്ദീൻ ഈജി പറഞ്ഞ മാന, ആ മാന ഇസ്തിലാഹിനോട് യോജിക്കുന്നില്ലെങ്കിലും അത് ഉറുപ്പിനോട് യോജിക്കുന്നുണ്ട്. അന്നിലക്ക് ഇതിന് മികവുണ്ട് എന്ന് പറയാം. പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇബ്നു ഹാജിബ് പറഞ്ഞ മാനയാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മാന എവിടുന്ന് കിട്ടി എന്ന് പറയാൻ പറ്റില്ല. അത് ഉറുപ്പിനോടും ഇസ്തിലാഹിനോടും യോജിക്കുന്നില്ല എന്ന് മറുപടി പറയാം. പിന്നെ പറയുന്നത് അത് ഇല്ലത്തിൻ്റെ ബാബിൽ, ഇല്ലത്തിനെ സംബന്ധിച്ച് തർദ് എക്സ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ലത്തുണ്ടാകുമ്പോൾ ഹുക്കുമുണ്ടായിരിക്കുക, ഇല്ലത്തില്ലാതിരിക്കും ഹുക്കുമില്ലാതിരിക്കുക എന്ന് കിയാസിൻ്റെ ബാബിൽ തർദ് എക്സ് എന്ന് പറയുന്നുണ്ട്. അത് ഇസ്തിലാഹല്ല, അത് അവിടെ മാത്രം പറയുന്നതാണ്. അത് എല്ലായിടത്തും പറയാനും പറ്റില്ല എന്ന് അതിന് മറുപടിയും പറയാം. ഷിർബീനി അതൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുടരും. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.